ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നായ ഉദയാസ്തമന പൂജ അതീവ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആചരിക്കപ്പെടുന്നു. ക്ഷേത്രോത്സവകാലത്ത് അനുഭവപ്പെടുന്ന അതേ ചൈതന്യത്തോടെയാണ് ഉദയാസ്തമന പൂജ നടക്കുന്ന ദിവസം ഭഗവാൻ ഭക്തർക്ക് ദർശനം നൽകുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ ഈ വഴിപാട് നടത്താറുള്ളൂ. സാധാരണയായി തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് ഉദയാസ്തമന പൂജ നടത്തുന്നത്. പൂജയുടെ പ്രധാന ചടങ്ങുകൾ തലേ ദിവസം തന്നെ ആരംഭിക്കേണ്ടതായതിനാലാണ് ഈ ക്രമീകരണം. ക്ഷേത്രത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ ഈ വഴിപാട് നടത്താറില്ല. തലേ ദിവസം സന്ധ്യയ്ക്ക് ദീപാരാധന സമയത്ത് ക്ഷേത്രത്തിലെ കിഴക്കേ നട തുറന്നുവെച്ച് മണിക്കിണറിന് സമീപം വഴിപാടുകാരൻ്റെ സാന്നിധ്യത്തിൽ തന്ത്രി ഉടമയുടെ മുഖ്യനിർദ്ദേശപ്രകാരം ഉദയാസ്തമന പൂജയുടെ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പത്തുകാൽ വാര്യർ, തന്ത്രി, ഊരാളന്മാർ, ഭഗവാൻ, ഭക്തർ എന്നിവരോട് അനുവാദം ചോദിച്ച ശേഷമാണ് പൂജകൾ ആരംഭിക്കുന്നത്. ഈ വഴിപാട്ടിൻ്റെ ഭാഗമായി അരി അളക്കൽ എന്ന പ്രത്യേക ചടങ്ങും നടത്തപ്പെടുന്നു. 2 നാരായം അരി കൊണ്ട് നേദ്യവും 1 നാരായം അരിയിലും ശർക്കര ചേർത്ത് പായസ നിവേദ്യവും തയ്യാറാക്കുന്നു. അവിൽ, മലർ, ശർക്കര, കദളിപ്പഴം, നേന്ത്രപ്പഴം എന്നിവയോടൊപ്പം ഇത് അത്താഴ നേദ്യമായി ഭഗവാന് സമർപ്പിക്കുന്നു. തുടർന്ന് ഹവിസ് ഉൾപ്പെടെയുള്ള ഹോമാദി കർമ്മങ്ങളും നടക്കുന്നു. അടുത്ത ദിവസത്തെ എല്ലാ പൂജകളും ഉദയാസ്തമന പൂജയുടെ ഭാഗമാണ്. പൂജാദിനത്തിൽ രാവിലെ ശ്രീകോവിൽ തുറക്കുന്നതു മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. ഉഷപൂജയ്ക്കായി തലേ ദിവസത്തെ പോലെ മേദ്യങ്ങൾ സമർപ്പിക്കുന്നു. പ്രഭാത ശീവേലി കഴിഞ്ഞ് പ്രഭാത പൂജയായി 15 പ്രത്യേക പൂജകൾ നടത്തപ്പെടുന്നു. ഇതിലെ അവസാന പൂജ വെള്ളപ്പൂജ എന്നറിയപ്പെടുന്നു. ഇതിനുശേഷം 16ാം പൂജയായ പന്തീരടി പൂജയും തുടർന്ന് പാലഭിഷേകം, നവകാഭിഷേകം എന്നിവയും നടക്കുന്നു. 15 പൂജകൾക്കുള്ള നേദ്യം ചെമ്പുപാത്രത്തിലായും പന്തീരടി പൂജ നേദ്യം വെള്ളി തേച്ച ഉരുളിയിലുമാണ് സമർപ്പിക്കുന്നത്. പന്തീരടി പൂജയ്ക്ക് ശേഷം നട തുറന്ന് ഭഗവാൻ ഭക്തർക്ക് ദർശനം നൽകുന്നു. തുടർന്ന് ഉച്ചപൂജ നടക്കും. ഈ സമയത്തും നവകാഭിഷേകമുണ്ടായിരിക്കും. ഉച്ചപൂജ നേദ്യമായി സ്വർണപാത്രത്തിൽ കാളൻ, എരിശ്ശേരി, വെണ്ണ, തൈര്, പ്രഥമൻ എന്നിവയും വെള്ളി ഉരുളിയിൽ മറ്റ് നേദ്യങ്ങളും സമർപ്പിക്കും. ഉച്ചപൂജ അലങ്കാരത്തോടെ നട തുറന്ന് ഭഗവാൻ ദർശനം നൽകും. 18ാമത്തെ പൂജ രാത്രിയിലെ അത്താഴപൂജയാണ്. അത്താഴപൂജയോടൊപ്പം നടക്കുന്ന ചടങ്ങുകളാണ് ഈ വഴിപാടിൻ്റെ പ്രധാന ഘടകം. വൈകുന്നേരത്തെ ശീവേലി, ദീപാരാധന, അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം നാലമ്പലത്തിൻ്റെ തെക്ക് കിഴക്ക് മൂലയിൽ പ്രത്യേക അർച്ചനകളും നടത്തപ്പെടുന്നു. വഴിപാടുകാരൻ്റെ ആഗ്രഹത്തിനും കഴിവിനുമനുസരിച്ച് പ്രത്യേക വിളക്ക്, ആന എഴുന്നള്ളത്ത്, തൃപ്പുക തുടങ്ങിയ വഴിപാടുകളും നടത്താം. വിളക്ക് എഴുന്നള്ളിപ്പിന് ശേഷം നടക്കൽ, പണം സമർപ്പിക്കൽ എന്ന ചടങ്ങുമുണ്ടാകും. തൃപ്പുകയ്ക്ക് ശേഷം ക്ഷേത്രനട അടച്ച് തൊഴുന്നതോടെ അന്നത്തെ ക്ഷേത്രപൂജകൾക്ക് സമാപനമാകും. പിറ്റേ ദിവസം 21ാമത്തെ പൂജയും പൂർത്തിയാക്കി വൈകുന്നേരത്തെ ശ്രീഭൂതബലിയോടുകൂടി ഉദയാസ്തമന പൂജയ്ക്ക് സമാപനം കുറിക്കുന്നു. ഇടവിട്ടുള്ള പൂജകൾ കാരണം ഭക്തർക്ക് ദർശനം വൈകിയേക്കാമെങ്കിലും അത്യന്തം പുണ്യഫലമുള്ള വഴിപാടാണ് ഉദയാസ്തമന പൂജ. ഈ മഹാവഴിപാടിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത് ഗുരുവായൂരപ്പൻ്റെ അപൂർവമായ കൃപയും അനുഗ്രഹവും ലഭിച്ചതിൻ്റെ